ഹലോ വെൽക്കം ബാക്ക് ടു സാലി കിച്ചൺ. ഇന്ന് ഞാനൊരു 10 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാട്ടെ ഇത്. നല്ല എളുപ്പമാണ്, മസാല വഴറ്റിയോ അങ്ങനത്തെ പണികളൊന്നുമില്ല, പിന്നെ മാവ് കുഴക്കേണ്ട പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചിക്കൻ വെച്ചിട്ടാട്ടോ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് ചിക്കൻ ആവശ്യത്തിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ സോയ സോസ്, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പാടെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്നാക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കേട്ടോ, ചെറിയ കുട്ടികൾക്ക് വരെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുക്കായിട്ട് വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ നിങ്ങൾക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി, ചെറിയ തക്കാളി കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസാണ് ഇതിലെ മെയിൻ താരം. ഇപ്പം ചീസ് തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മയണൈസ് ചേർക്കാം, പക്ഷേ ചീസ് ചേർക്കുന്ന കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാം. പിന്നെ 2 നുള്ള് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം, ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, ചിക്കനിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി വഴറ്റി അങ്ങനത്തെ പണിയൊന്നും ഇല്ല ഇതിൻ്റെ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് ബാറ്റർ നല്ല കട്ടിയാവരുത് കേട്ടോ, അതുപോലെ നല്ല ലൂസായി കിട്ടുകയും ചെയ്യരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ദോശ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ദോശയും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരു 10-30 സെക്കൻഡിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടും. ഒന്ന് കുക്കായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് ചെയ്തെടുക്കണം. ഓരോന്നും റെഡിയാകുന്ന സമയത്ത് തന്നെ നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ദോശ എടുക്കുക, അതിലേക്ക് ഇതുപോലെ ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് നീളത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ആദ്യം 2 ഭാഗം ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡിൽ വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഗമ്മാക്കി കൊടുക്കുക. ഞാനിപ്പം മൈദേൻ്റെ ഗമ്മൊന്നാക്കി കൊടുക്കുന്നുണ്ട്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതുപോലെയാണ് എല്ലാം ചെയ്യുന്നത്. ഓരോ ദോശ ആകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി, അപ്പോൾ പണി എളുപ്പത്തിൽ കഴിയും. ഗമ്മ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് ഒട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫ്രൈ ചെയ്യുന്ന സമയത്ത് വിട്ടു പോകണ്ടെന്ന് വെച്ചിട്ട് ചെയ്തതാട്ടോ. ഇനി ഇത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രേ വേണ്ടൂ. നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാം ചെയ്തെടുത്താൽ മതി. ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക, അതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കോട്ടിങ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ.
കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഭാഗം നല്ല പോലെ ഫ്രൈ ചെയ്തിട്ട് ക്രിസ്പി ആക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 1 വീക്കൊക്കെ നമുക്ക് അതുപോലെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഫ്രൈ ആയി വരും, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. 2 ഭാഗവും ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാട്ടോ ഇത്. അതിനുള്ളിലുള്ള ചീസൊക്കെ ഇത് ചൂടാകുന്ന സമയത്ത് നല്ല പോലെ മെൽറ്റായിട്ട് നല്ല യോജിച്ച് കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്